എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അത്ര നല്ല ദിവസം നമുക്കൊന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാരും ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞു കാണും. വയനാട്ടില് വലിയൊരു ഉരുൾപൊട്ടൽ ദുരന്തമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം 43 പേരോളൊക്കെ മരണപ്പെട്ടെന്നാണ് ന്യൂസിനകത്തൊക്കെ പറയണേ. അപ്പൊ എത്ര പേരുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ അത് മാത്രം ഒത്തിരി ആൾക്കാർക്കൊക്കെ പരിക്കേറ്റിട്ട് ഹോസ്പിറ്റലിൽ കൂടെ അല്ലാതെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, ഇപ്പോഴെല്ലാ സ്ഥലങ്ങളിലും കൂടെ നല്ല കാറ്റും മഴയൊക്കെയാണ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഒരു 1:30-2 മണിക്കുള്ളിൽ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ചാനലില്. എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് അവസാനം കണ്ടത് അങ്ങനെ ചന്ദ്രമതിയും ഭാമയും ക്ഷേത്രത്തിൽ വലം വെച്ച് അങ്ങോട്ട് വരുന്ന സമയത്താണ് ഒരാള് നിലത്തൂടെ കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുന്ന കണ്ട് ഈ കാഴ്ച കണ്ടത് ഭാമ പറഞ്ഞു ഏതോ വലിയ സാമയാന്ന് തോന്നേ. കാരണം എല്ലാരും വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കാലത്തൊട്ട് നമസ്കരിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു നമുക്കും പോയി അനുഗ്രഹം വാങ്ങിച്ചാലോ, വലിയ സാമിയാണെങ്കിൽ അനുഗ്രഹം തരൂന്ന് പറയാം. ശരിയാന്ന് പറയണ. അങ്ങനെ അവരങ്ങോട്ട് പോകുമ്പോ രവീന്ദ്രൻ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അല്ല, രവിയേട്ടനും വന്നല്ലോ. രവീന്ദ്രൻ എന്ത് ചെയ്യാണ്, അതിലൂടെ വലം വെച്ച് ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് ചന്ദ്രമതിയും ഭാമയും അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ഭാമ എന്ത് ചെയ്യാണ്, കാലേ തൊട്ട് അനുഗ്രഹം മേടിച്ച് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് കുനിഞ്ഞിട്ട് കാലേ തൊട്ട് അനുഗ്രഹം മേടിക്കാണ്ട് തുടങ്ങുമ്പോഴാണ് ആ സമയത്താണ് പെട്ടെന്ന് അയാളുടെ മുഖം കണ്ടതും ചന്ദ്രമതി ഞെട്ടിക്കൊണ്ട് ഓടുവാണ്. ഭാമയ്ക്കൊന്നും മനസ്സിലായില്ല. ഭാമേനെ വലിച്ചോണ്ട് അങ്ങോട്ട് ഓടിപ്പോവാണ്. ഈ സമയത്ത് അയാൾ അവിടെ കിടന്ന് ചന്ദ്രമതി അവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. നിൽക്കാനൊക്കെ പറഞ്ഞിട്ടൊന്നും ചന്ദ്രമതി നിന്നില്ല. ചന്ദ്രമതി അങ്ങോട്ട് അപ്പുറത്തേക്ക് ഓടി മാറി പോവാണ്. ഭാമേനെ വലിച്ചോണ്ടാ പോന്നെ. എന്താ ചന്ദ്ര, നീ എന്താ ഓടിയെന്ന് ചോദിക്കുവാണ്. നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. കാര്യം എന്താന്ന് പറ. അത് ആരാ നിനക്കറിയാവോ? ആരാത്? അതെ, പലിശക്കാരൻ നമ്മള് ആധാരം കൊണ്ട് പണയം വെച്ചില്ല, അയാളാന്ന് പറയാണ്. എന്റെ ഭഗവാനെ, അയാളോ? അതെന്താ? എനിക്കറിയില്ല എന്താ അയാളെന്ന്. കാരണം ഈ മാസം പലിശ കൊടുക്കണ്ട, ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല. അയാളുടെ കൺമുന്നിൽ തന്നെ ചെന്ന് പെട്ടു. ദേ രവിയേട്ടൻ നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടോ? രവിയേട്ടൻ എങ്ങാനും കണ്ടിട്ടുണ്ടോ തീർന്നു. അതോടുകൂടി അയാളുടെ നമ്മുടെ അടുത്തേക്ക് എങ്ങാനും വരുവോ? പ്രശ്നമായെന്നാ തോന്നേ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാന്ന് സമാധാനപ്പെട്ട് ഇരിക്കും ചന്ദ്രമതി. എനിക്കറിയില്ല ഭാമ എന്ത് ചെയ്യണമെന്ന്. എനിക്ക് ആ പാടെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. രവിയേട്ടൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനമാവും. ചന്ദ്രമതി ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഭാമ നിൽക്കാനും പറഞ്ഞങ്ങ് ചെല്ലുവാണ്. ഈ സമയത്താണ് അയാൾ അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. അയാൾ നേരെ ഭാമയുടെ അടുത്തേക്ക് വരുവാണ്. ഭാമയാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന അവസ്ഥ. നേരെ ഭാമയുടെ അടുത്തേക്ക് വന്നു. അല്ല, നിങ്ങൾ എന്നെ കണ്ടപ്പോ എന്നെ ഓടി മറിയുവാണ് ചെയ്തതെന്ന് ചോദിക്കും. അല്ല സാറേ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ചന്ദ്രമതി എങ്ങോട്ടാ പോയെന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങി നടക്കാനാ നിങ്ങളുടെ ഭാവമെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അറിയാലോ, നിങ്ങളും കൂടെ ഒപ്പിട്ട് കൊടുത്താണ്. നിങ്ങളുടെ ഒപ്പും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഉത്തരവാദി നിങ്ങളും കൂടെ ആയിരിക്കും. എന്തായാലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഉത്തരവാദി ആയിരിക്കും എന്ന് പറയാം. അല്ല, അവരെന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? അല്ല, അത് പിന്നെ അവരുടെ വീട്ടുകാർക്ക് അറിയത്തില്ല. അവരുടെ ഭർത്താവും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക്. അപ്പം അവരുടെ വീട്ടുകാരറിയാതെ ആദരം കൊണ്ട് നിങ്ങളെ പണയം വെച്ചെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളില്ലേ? അവരറിയാതെയാണ്. അങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ അവരെയും കൂട്ടിയിട്ട് എല്ലാരും കൂടെ അങ്ങോട്ട് വരണോന്ന് പറയണേ. അതെന്തിനാ? അതൊക്കെയുണ്ട്, ഞാൻ പറയാന്ന് പറയണം. പിന്നീട് ഭാമയടിക്കാണ് ആകെപ്പാട് ടെൻഷനായി. ഭാമ നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ചന്ദ്രമ നീ ഇങ്ങോട്ട് വാ. അയാൾ പോയോന്ന് ചോദിക്കുക. അയാളൊക്കെ പോയി. ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് അങ്ങോട്ട് കൂട്ടിക്കോട്ട് വരുവാണ്. ആ സമയത്താണ് അയാൾ ഫ്രണ്ട് നിൽക്കുന്നവരുടെ ചന്ദ്രമ തിരിഞ്ഞോടാൻ നോക്കിയെങ്കിലും ഭാമ കയ്യെ പിടിച്ചങ്ങോട്ട് നിർത്തി. ഈ സമയം അയാൾ പറഞ്ഞു, ഓഹോ, അപ്പൊ എന്നെ കണ്ണ് വെട്ടി ചോടാൻ ശ്രമിക്കുകയല്ലേ ചെയ്തേന്ന് ചോദിക്കണം. അല്ല, പിന്നെ ഞാനത് എത്ര ഓടിയെന്ന് പറഞ്ഞാലും നിങ്ങളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾക്ക് എന്നെ ഒന്ന് ഓടി മറിയാൻ പറ്റത്തില്ല. കാരണം 1-2 ലക്ഷം രൂപയല്ല, 6 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാ. അല്ല സാറ്, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നാ. എന്താണെന്നറിയാവോ? നിങ്ങളുടെ മക്കള് അല്ല, നിങ്ങൾക്ക് പെൺമക്കളല്ലോ ഉണ്ടോ? ഇല്ല, പെൺമക്കളില്ല. നന്നായി. കാരണം എന്താണെന്നറിയാവോ അങ്ങനെ ചോദിച്ചേ? ആൺമക്കളും നിങ്ങളുടെ ഭർത്താവിനും കൂടി നാളെ അങ്ങോട്ട് വരണം. കുറച്ച് പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് തരാനുണ്ട്. അത് മാത്രമല്ല, പെൺമക്കളുണ്ടെങ്കിൽ ഒരു കാലത്ത് ചിലപ്പം ഇതൊന്നും അറിയത്തില്ല. അവര് വന്നിട്ട് പറയും, അതെ എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു, എന്റെ വീടാണ്, എനിക്കിവിടെ അവകാശപ്പെട്ടാന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെപ്പാടെ പെട്ടുപോകും. കാരണം നിങ്ങളുടെ പലിശ തരായിരുന്നിട്ടുണ്ടെങ്കിൽ പലിശ മുതലെല്ലാം ചേർത്ത് ഞാൻ ആ വീടങ്ങോട്ട് എടുക്കും. അങ്ങനെ വന്നപ്പോ നാളെ ഒരു പ്രശ്നം ആവരുത്, അതുകൊണ്ടാ എന്ന് പറയാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, വീട്ടിലുള്ളവരെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞു? അത് ഭാമേനോട് പറഞ്ഞു, നിങ്ങൾ വീട്ടുകാരറിയത്തില്ലാതെ ഈ തരികട പരിപാടി ഒപ്പിച്ചേന്ന്. അതുകൊണ്ട് നിങ്ങൾ വീട്ടുകാരൻ കൊണ്ട് വരാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂന്ന് പറയണം. അയ്യോ വേണ്ട, അതൊന്നും വേണ്ടാന്ന് പറയണം. പിന്നെ എന്താ വേണ്ടത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു നാളെ വരണമെന്ന് പറഞ്ഞ്. അല്ല, എനിക്ക് കുറച്ച് സാവകാശം കൂടെ
അതെ, 3 മാസം 3 മാസമുള്ളിൽ പലിശ മുതലും ചേർത്ത് തിരിച്ചടിച്ചേക്കണം, പറഞ്ഞു കേട്ടല്ലോ. പിന്നീട് ബാമയോടായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്കൂടെ ആയിരിക്കും കേട്, നിങ്ങൾ സൈൻ ചെയ്താ മിക്കവാറും നിങ്ങളുടെ വീട് സ്ഥലം കൂടെ ഞാൻ ഇങ്ങോട്ട് എടുക്കൂന്ന് പറയാം. ഇത് കേട്ടത് ബാമയോട് ഒഴിച്ച് ഞെട്ടിട്ടുണ്ട്. എന്റെ സ്ഥലവും വീടുവോ? അതെ, നിങ്ങളുടെ സ്ഥലവും വീടും കൂടെ നിങ്ങൾ സൈൻ ചെയ്ത് തന്നല്ലേ ഞാൻ ചോദിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രണ്ടുപേർക്കും വല്ലാത്ത ടെൻഷൻ. വീണ്ടും അയാൾ അവിടെ പോയി കിടന്ന് ദൈവത്തിനോട് ക്ഷമ പറഞ്ഞിട്ട്, ക്ഷമിക്കണം കേട്ടോ, ഇടയ്ക്ക് അങ്ങനെ ഒരു കാര്യം വന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ പോയത്. വീണ്ടും ശയനപ്രദക്ഷിണം തുടരുവാണ്. ഇതും ബാമ ആകെപ്പാടെ തകർന്ന് തരിപ്പണായി. ചന്ദ്രമധു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. പിന്നെ ടെൻഷൻ അടിക്കാൻ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? ഇപ്പൊ തന്നെ നീ കേട്ടില്ല അയാൾ പറഞ്ഞത്. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ആകെപ്പാടെ ചെയ്ത തെറ്റ് നിനക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നു, നിന്നോടൊപ്പം ഒന്ന് കൂടി ഒന്ന് സൈൻ ചെയ്ത് കൊടുത്തു. അതിന്റെ പേരിൽ ഇപ്പൊ എന്റെ കിടപ്പാടും കൂടെ പോകും തോന്നേ. അങ്ങനെ ബാമയാണ് തല കറങ്ങുന്ന പോലെ തോന്നി ഇങ്ങനെ ആടിയാടി വരുവാണ്. അപ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രനെ കണ്ടതും ചന്ദ്രമതിക്ക് മുട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഇവിടെ ആ പലിശക്കാരനുണ്ട്, അയാൾ എന്തെങ്കിലും പറയുമോ ഇനി രവിയേട്ടനോട്? ആ ഒരു ചിന്തയായിരുന്നു. ഇതെന്താ ബാമ പിച്ചും പേയും പറഞ്ഞോണ്ട് വരുന്നേ? അതെ രവിയേട്ട, അവൾക്ക് തല കറങ്ങുന്നുണ്ട് തോന്നുന്നു. തല കറങ്ങുന്നുണ്ടോ? ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അല്ല, അത് പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. പെട്ടെന്ന് ബാമേനെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തുക. നീ ഇവിടെ ഇരിക്കാനും പറഞ്ഞോണ്ട്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, എന്ത് പറ്റി ചന്ദ്രേ? നിന്റെ മുഖം വല്ലാതെ വിളറിയിട്ടുണ്ടല്ലേ? ഒന്നുമില്ല രവിയേട്ട, ഒരു കുഴപ്പമില്ല എനിക്ക്. അതെന്തോ എന്നറിയത്തില്ല, ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്, അതുകൊണ്ടാന്ന് പറയാ. അല്ല, ശ്രുതിയും വന്നിട്ട് എന്തിയേ? അവരപ്പുറത്തെങ്ങാണ്ടുണ്ട്, അവര് തൊഴുത് പ്രാർത്ഥിക്കുമായിരിക്കും. ശരി ശരി, അതെ അവരെ വിളിച്ചോണ്ടും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ബാമയുടെ അടുത്ത് ചന്ദ്ര പറഞ്ഞു, എന്റെ ബാമ, നീ ഇങ്ങനെ തളർന്നിരിക്കല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോ നീ പറയണേ? നീ കാരണം ഇപ്പൊ എന്റെ സ്ഥലവും വീടും കൂടി ജപ്തി ചെയ്യുന്നോർത്താ. എന്റെ ദൈവം, എന്റെ മക്കളോട് ഞാൻ എന്ത് പറയും? എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഭഗവാനെ എന്നിങ്ങനെ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാഴ്ച കാണുവാണ്. രേവതി സച്ചിയും കൂടെ പലിശക്കാരന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ രേവതിനെ പറഞ്ഞു വിട്ടു, സച്ചി നീ ചെന്ന് ഈ പൈസ കൊടുത്തിട്ട് ഞാൻ സച്ചിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്ക് പേടിയുണ്ട്. പേടിക്കണം എന്തിനാ? അങ്ങോട്ട് ചെല്ലാൻ പറയണം. അങ്ങനെ രേവതി അങ്ങോട്ട് ചെല്ലുവാണ്. രേവതി ആദ്യമായിട്ടാ അങ്ങനെ അങ്ങോട്ട് ചെന്ന് അയാളോട് പറഞ്ഞു, ഞാൻ രേവതി സച്ചിയുടെ ഭാര്യ എന്ന് വേണം. പൈസ കൊടുത്തു. അത് കുറച്ച് പകുതി പൈസ ഉള്ളൂ, ബാക്കി പൈസ പിന്നെ തരാം. പിന്നെ എപ്പ തരും? അത് ഉടനെ തരാന്നാ പറഞ്ഞേ. അല്ല, നീ ആദ്യമായിട്ടാണല്ലോ സച്ചി ഇല്ലേന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ഞാന് അങ്ങനെ നിൽക്കുമ്പോഴാണ് സച്ചി അവിടെ തൂണ് മറിഞ്ഞിരിക്കുന്നുണ്ട്. സച്ചിയുടെ മുഖം പെട്ടെന്ന് കണ്ടയാള്, ആഹാ സച്ചി, നീ അവിടെ മറിഞ്ഞിരിക്കണം, ഇങ്ങോട്ട് വരാൻ പറയണം. സച്ചിനെയും വിളിച്ചു. സച്ചി വന്നിട്ട് പറഞ്ഞു, രേവതിയോട്, ഇടി നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പെട്ടെന്ന് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ നിന്നേന്ന് ചോദിക്കണം എന്നും പറഞ്ഞ് രേവതിനെ വഴക്കു പറയാം. പലിശക്കാരൻ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് അതെ നീ എപ്പൊ എന്നെ കണ്ടെന്നാ മറിഞ്ഞു നിന്നേന്ന് ചോദിക്കുക. അല്ല, മറിഞ്ഞു നിന്നല്ല, അതെ എനിക്ക് ധൃതി ഉണ്ട്, ഒരു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവളുടെ പൈസ കൊടുത്തു വിട്ടെ. അല്ല, ഇത് എത്ര രൂപയുണ്ട്? പകുതി പൈസ ഉള്ളെന്ന് പറയാം, ബാക്കി പകുതിയോ? അല്ലെ, പ്രാവശ്യം ഓട്ടം കുറവായിരുന്നു, അതുകൊണ്ട് എത്ര കുഴപ്പമില്ല, ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഞാൻ തരാമെന്ന് പറയണം. 2-3 ആഴ്ചക്കുള്ളിൽ തരുമല്ലോ, ഉറപ്പാണല്ലോ? ഉറപ്പാന്ന് പറയണം. ഈ സമയം പലിശക്കാരനോട് എന്താ സംസാരിക്കുന്നതെന്ന് ചന്ദ്രമതിക്കും ബാമയ്ക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സച്ചിൻ രേവതിയെ നിൽക്കുന്നേ, അവരെന്തിനാ പോലും ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും കാരണമുണ്ടോ? ഇനി തന്നെ കുറിച്ചൊക്കെയാണ് പറയണേ. ആധാരം അയാളുടെ കയ്യിലുണ്ടെന്നെങ്ങാനും പറഞ്ഞ അതോടുകൂടി തീർന്നു. ഇന്ന് വീട് കത്തിക്കും മിക്കവാറും സച്ചി വന്നിട്ട്. രവിയേട്ടൻ തന്നെ അവനെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. സുധീനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. ഈ സമയം ബാമ പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, എല്ലാത്തിനും ഒരു വഴിയുണ്ടെന്ന് പറയാം. പിന്നീട് ശ്രുതിയും കൂടെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. എഴുതും കേൾക്കുമ്പോൾ ശ്രുതി പറഞ്ഞു, നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പുറത്തു പോയിരുന്നു. എവിടെ? വല്ല പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും? അത് ശരിയാവത്തില്ല, ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് അത് ശരിയാവത്തില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അമ്മയൊക്കെ എന്ത് വിചാരിക്കും നമ്മളെ കുറിച്ച്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് ശരിയല്ലോ. അമ്മയുടെ ആഗ്രഹമല്ലായിരുന്നു ക്ഷേത്രത്തിൽ വരണമെന്നൊക്കെയുള്ള. ഇനിയിപ്പം വെറുതെ എന്തിനാ ഒരു പ്രശ്നം? അതുകൊണ്ട് വേണ്ട, നമുക്ക് പിന്നെ പോവാം ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഒരു ജോലിയും കൂലിയൊന്നുമില്ല, പക്ഷെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാ. പിന്നീട് ആകെപ്പാടെ തകർന്ന നിലയില് ബാമയും ചന്ദ്രമതിയും കൂടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുക? അങ്ങനെ പലിശയൊക്കെ കൊടുത്തിട്ട് ടെൻഷൻ അടിച്ചു പോയി സച്ചി ഓട്ടോ ഓടുന്നിടത്ത് പോയി നിൽക്കുകയാണ്. അപ്പൊ കാറൊക്കെ തുറച്ചിട്ട് വേറെ ആൾക്കാരുണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ സച്ചിക്ക്. അങ്ങനെ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് താനും. പിന്നീട് സച്ചി ഇന്ന് പലിശക്കാരനെ കണ്ട കാര്യമൊക്കെ പറയാം, രേവതിയുടെ പൈസ കൊടുത്തുവിട്ട കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് ഞാൻ മഹേഷ് ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? എന്താ നീ എന്തിനാ അയാളുടെ മുന്നിൽ പോയി നിന്ന് കൊടുത്തേന്ന് ചോദിക്കുക. എടാ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അയാൾ എന്നെ കണ്ടുപിടിച്ചാന്ന് പറയാം. ഓഹോ, ഇതെന്നാ കണ്ടുപിടിക്കാൻ മാത്രം എന്നാ നീ അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുത്തിട്ടില്ലെന്ന് ചോദിക്കണം. അതല്ലടാ, പിന്നെന്താ കുഴപ്പം? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. രേവതി പൈസ പെട്ടെന്ന് കൊടുത്തിട്ട് വരുമെന്നാ വിചാരിച്ചിരുന്നേ, പക്ഷെ പിടിക്കപ്പെട്ടു പോയി. ആകെപ്പാടെ മനുഷ്യൻ നാണം കിട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കയ്യിലാണെങ്കിലോ പൈസയുമില്ല. ഇനി ബാക്കി പൈസ എവിടുന്ന് കൊടുക്കും? വണ്ടിക്കാണോ ഓട്ടോ ഇല്ല, സ്വന്തം വണ്ടിയാണോ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ ഇതിന്റെ വാടക കൊടുക്കണം.
എന്നൊക്കെ പറയാ. മഹേഷ് പറഞ്ഞു, അല്ല മറ്റേ വണ്ടിയുടെ കാര്യം എന്തായി? അതൊന്നും ആയില്ലടാ, ഇപ്പൊ തന്നെ 1-2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, ഇതുവരെയായിട്ട് വണ്ടി ശരിയാക്കിയിട്ടില്ല. കുറെ സാധനങ്ങൾ വീണ്ടും മേടിക്കണം മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കറിയത്തില്ല എന്താന്ന്. ആ വണ്ടി കിട്ടുമായിരുന്നു എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഈ സമയം മഹേഷ് പറഞ്ഞു, എല്ലാം ശരിയാവൂടാ, നീ ധൈര്യമായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ നിനക്ക് നിന്റെ വണ്ടി പുറത്തിറക്കാൻ പറ്റും. ഞാൻ അല്ലേ പറയണേ എന്ന് ചോദിക്കണം. പുറത്തിറക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിയുടെ വാടക കൊടുക്കണ്ടല്ലോ, CC ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കായിരുന്നു. ആ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നോണ്ട് ഇപ്പൊ ഇത്ര ബുദ്ധിമുട്ട്, വല്ലാത്ത ടെൻഷനാന്ന് പറയാ. ഈ സമയത്ത് ഒരു സ്കൂട്ടിയും കൊണ്ട് രണ്ടുപേരും അതിലൂടെ അങ്ങ് വരുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്കൂട്ടി അങ്ങോട്ട് പതുക്കെ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ ഒരുത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ തള്ളി നോക്കുവാണ്. പക്ഷെ തള്ളി നോക്കിയിട്ടും ഒരു ബലമില്ല. പെട്ടെന്ന് മഹേഷ് ഇങ്ങനെ തല തിരിച്ച് നോക്കി കഴിയുമ്പോൾ അവന്മാരെ കണ്ടത്. ഇത് കണ്ടത് മഹേഷിന്റെ ഉള്ളിൽ കൂടെ പലവിധ ചിന്തകളൊക്കെ കടന്നു പോവാണ്. അന്ന് തിരുവനന്തപുരത്ത് വെച്ച് വണ്ടിക്കകത്തേക്ക് ഫ്രൂട്ട്സ് ഒക്കെ കയറ്റി വെച്ചും അതിനകത്ത് കഞ്ചാവ് കെറ്റിയത് ഇവന്മാരായിരുന്നു തന്റെ ആ ബോക്സ് തന്നെ. പെട്ടെന്ന് സച്ചിയോട്, സച്ചി ദേണ്ട അവന്മാരെന്ന് പറയണ. ആരെടാ? ഞാൻ പറഞ്ഞില്ലേ സച്ചിന്റെ കാറിനകത്ത് കഞ്ചാവ് വെച്ചത് അവന്മാരെന്ന് പറയുവാണ് എന്ന് പറഞ്ഞ് തീരുവല്ല. സച്ചി ഒരു ഒറ്റ ഓട്ടമാണ് അവന്മാരെ പിടിക്കേണ്ട. അവന്മാര് ഓടി. അങ്ങനെ അവസാനം സച്ചിയും മഹേഷും കൂടി ഒരു സ്ഥലത്തിട്ട് അവന്മാരെ പിടിക്കുകയാണ്. സച്ചി നല്ല വെണ്ണം പെരുക്കി അടിച്ചു പൊട്ടിച്ചു. അവസാനം ഒരുത്തം പറഞ്ഞു, കൊല്ലല്ലേ ഏട്ടാ, ഞങ്ങൾ ചെയ്തതല്ല, ഞങ്ങളുടെ മുതലാളി പറഞ്ഞിട്ട് ഏതാന്ന് പറയണം. നിങ്ങളുടെ മുതലാളി അതാരാ? ഗജാനന്ദൻ പറഞ്ഞിട്ടാന്ന് പറയാ. സച്ചിയിലൊരു ഞെട്ടലുണ്ടായി. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഈ സമയം മഹേഷ് വന്നിട്ട് പറഞ്ഞു, വെറുതെ എന്തിനാ ഇവന്മാരെ അടിക്കുന്നത്? അടിച്ചിട്ട് കാര്യമില്ല. ഇവന്മാരുടെ സാറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തല്ലേ, നമുക്ക് ഇതിനേക്കാളും വലിയ പുള്ളിനെയാ കണ്ടേ എന്ന് സച്ചിയോട് പറയാണ്. പിന്നീട് ഭാമയോട് ഓരോ കാര്യങ്ങളൊക്കെ സങ്കടപ്പെട്ട് പറഞ്ഞ് ചന്ദ്രമതി ഇരിക്കുകയാണ്. ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതെങ്ങാനും രവിയേട്ടൻ അറിഞ്ഞിട്ടുണ്ട്, അതോടുകൂടി തീർന്നു. എങ്ങനെ പൈസ അടയ്ക്കും എനിക്കറിയില്ല എന്ന് പറയണേ. എന്തേലും ഒരു വഴി ഉണ്ടാവുമായിരിക്കും എന്ന് പറയാ. അപ്പോഴാണ് രവീന്ദ്രന്റെ വരവ്. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ? ചന്ദ്രയുടെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, എന്നോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാ. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാന്ന് പറയാ. ഇല്ല, കൊള്ളാം, ഞാൻ ചോദിക്കാനുള്ള ചോദിച്ചു, പറയാനുള്ളത് പറഞ്ഞു, ഇനി പറയണ വേണ്ടെന്ന് നിന്റെ ഇഷ്ടമാണെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ഭാമയോട് ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്ത ടെൻഷനാ. ഭാമ പറഞ്ഞു, എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അത്രയും തുകയൊന്നും എടുക്കണ്ടെന്ന്. അപ്പൊ സുധിയുടെ കല്യാണം വലിയ ഗംഭീര രീതിയിൽ കൊണ്ടാടണം എന്ന് പറഞ്ഞ് നീ അല്ലേ ഇതുപോലത്തെ പരിപാടിയെ കാണിച്ചേ, ഇനിയിപ്പോ അനുഭവിച്ചോ. ഇപ്പൊ നിനക്ക് മാത്രമല്ല പ്രശ്നം, എനിക്കിവിടെ പ്രശ്നമുണ്ടല്ലോ. എന്റെ വീട്, എനിക്കാണ് ആകെപ്പടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് നീ പണം അടയ്ക്കണോന്ന് പറയാം. ഈ സമയത്ത് സുധിയും കൂടെ മുറിയിലുണ്ടായിരുന്നു. അപ്പം സുധീനെ കണ്ട് സുധി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? അതെ, നിന്നെ എത്ര കണ്ടാലും മതിയാവില്ലെന്ന് പറയണം. പിന്നെ അങ്ങനൊന്നുമില്ല. പിന്നെ ആണോന്നോ? ഓരോ ദിവസം കാണുന്നത് സൗന്ദര്യം കൂടി വരുമെന്നാ തോന്നുന്നു നിനക്ക്. അങ്ങനെ അധികം പൊഴുത്തൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. അല്ല സുധി, നിനക്കൊരു ജോലി അന്വേഷിക്കേണ്ടതെന്ന് നിൽക്കുകയാണ്. ജോലിയോ? ഇപ്പൊ ജോലിയൊന്നും വേണ്ട, കുറച്ചാൾ കഴിയട്ടെ, നമ്മുടെ ഹണിമൂണൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറയാൻ. എന്നാലും അതല്ലല്ലോ, ഇപ്പൊ ഒരാളുടെ വരുമാനം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയേ. അങ്ങനെയൊന്നും ഇല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. സുധിക്ക് മനസ്സിലായി, സുധി ആള് മടിയനാണ്, ജോലിക്ക് പോവാന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള കാര്യമാണ് അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കഷ്ടപ്പാടുണ്ടല്ലോ, കഷ്ടപ്പെടാൻ അവൻ തയ്യാറല്ല. അവൻ ഓസിൽ നിന്ന് ഫുഡ് കഴിക്കണം, ഇങ്ങനെ വെറുതെ ഇരിക്കണം, അതൊക്കെയാണ് അവന്റെ ഹോബീസ്. ഈ സമയം ശ്രുതി പറഞ്ഞു, അല്ലാതെ പിന്നെ ഞാന് എന്തോ ഒരു കാര്യം എന്നോട് പറയണ്ടേ? ഒന്നും പറയാനില്ല. എന്തോ കാര്യം പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ രണ്ടും തമ്മിൽ ഒരു മറയുടെ ആവശ്യമില്ല. എന്ത് രഹസ്യം ഉണ്ടെങ്കിലും പരസ്പരം തുറന്നു പറയണമെന്ന് പറയാം. അത് കേട്ടോ ശ്രുതിയിൽ ഒരു ഞെട്ടലുണ്ടായി. തന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇനി? അല്ല, അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞേ? അല്ല, നമ്മള് ഭാര്യയും ഭർത്താക്കന്മാരും അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. എന്തിനാ മറിച്ച് കളിയുടെ ആവശ്യമില്ലല്ലോ. എന്തുണ്ടല്ലോ ഓപ്പൺ ആയിട്ട് വെട്ടി തുറന്ന് പറയണം. അതിനോടാ എനിക്കും താല്പര്യം. ദൈവമേ, ഇനി തന്റെ ജീവിതകഥ എങ്ങനെയും അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അന്നത്തോടുകൂടി തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിലായി പോയി ശ്രുതി. പിന്നീട് ഭാമ ചന്ദ്രമതി ഒരു കാര്യം തീരുമാനിച്ചു, ശ്രുതിയോട് പൈസ ചോദിക്കാം. അപ്പൊ ഭാമ ചോദിച്ചാൽ അവള് തരുമോന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയോട്. തരാതിരിക്കാൻ വഴിയില്ല, അവൾക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാനൊക്കെ ആയിട്ടും കൂടെ അല്ലേ ഞാൻ പൈസ എടുത്ത് കൊടുത്തേ. അവിടുന്ന് കിട്ടുന്ന വരുമാനം കൂടെ തരയാന്നല്ലേ പറഞ്ഞ്. പിന്നെ രണ്ടുപേരും കൂടെ കഥവും തുറന്നും കൂടെ കയറി ചെല്ലുവാണ്. അപ്പൊ ശ്രുതി മുറിയിലുണ്ടായിരുന്നു. മോൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കരുതി മോൻ താഴെ ആയിരിക്കും ഓർത്ത് ഇങ്ങോട്ട് കയറി വന്നേന്ന് പറയാ. അല്ല, എന്താ അമ്മ എന്തിനാ വന്നേന്ന് ചോദിക്കുക. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രുതിമോളോട് സംസാരിക്കേണ്ട, അതുകൊണ്ടാന്ന് പറയാ. അല്ല, എന്താ അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത്? എനിക്ക് അമ്മയോട് ആദ്യം കുറച്ച് നന്ദി പറയാനുണ്ട്. നന്ദിയോ? അതെന്തിനാ? അല്ല, എനിക്ക് ഇത്ര നല്ലൊരു ജീവിതം തന്നേന് അമ്മ കാരണമല്ലേ എനിക്ക് ഇത്ര നല്ലൊരു ജീവിതം കിട്ടിയത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയല്ലായിരുന്നു ഈ ജീവിതം. എനിക്ക് ഇത്രയും നല്ല ആൾക്കാരെ കിട്ടുന്ന ഭർത്താവിന്റെ അമ്മേനെയാണ് കിട്ടിയത്. ഞാൻ
അമ്മേനെ സ്വന്തം അമ്മയായിട്ടാ ഞാൻ കരുതുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും കൊണ്ട് സോപ്പിടുവാണ്. ഈ സമയം ചന്ദ്രമ്മ ശരിയാ മോളെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതെ, ആ പലിശക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കണമെന്ന്, ഇല്ലെങ്കിൽ അയാൾ ഈ വീട്ടിലേക്ക് കയറി വരുമെന്ന്. അത് പ്രശ്നമായാലോ അമ്മ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അല്ല, മോളുടെ അക്കൗണ്ടിൽ പൈസ കാണുമല്ലോ, ബ്യൂട്ടി പാർലറിന് വേണ്ടിയിട്ട് എടുത്ത പൈസകളൊക്കെ കുറെ കാച്ച് കാണത്തില്ലേന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ അമ്മേ, അത് തീർന്നു പോയെന്ന് പറഞ്ഞു. തീർന്നു പോയോ? അല്ല, അറിയാലോ, ഇപ്പൊ തന്നെയാണെങ്കിൽ ബ്യൂട്ടി പാർലറിന് കുറച്ച് പൈസ കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ അത് കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാനത് ചെലവാക്കി. അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലെന്ന് പറയാം. അയ്യോ, പിന്നെ എന്ത് ചെയ്യും മോളെ? ഒരു കാര്യം ചെയ്യാം, അമ്മക്ക് ഞാൻ എന്റെ വള തരാന്ന് പറയാണ്, കൊണ്ട് പണയം വെച്ചോളാൻ പറയാ. ഇത് കേട്ടോ സുധി പറഞ്ഞു. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അന്താളിപ്പോടെ ചന്ദ്രമൻ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.